എല്ലാവർക്കും നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഈ സ്വർണ്ണക്കൊള്ള വിവാദത്തിന് ശേഷം ഉണ്ടാകുന്നത്. അതിൽ ചിലതൊക്കെ സത്യമാണ്, ചിലതൊക്കെ സംശയാസ്പദമാണ്, ചിലതൊക്കെ അവാസ്തവവുമാണ്. നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ കണ്ടു, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു കേസിൻ്റെ പേരിൽ വാജിവാഹനം തന്ത്രിക്ക് ഔദ്യോഗികമായി കോടതി നിർദ്ദേശിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കൈമാറിയിരുന്നതാണ്. അതിന് രേഖയുണ്ട്. അതിനെ ഈ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചുകൊണ്ടുപോയി അതൊരു തൊണ്ടിമുതലാണ് എന്ന കണക്കിൽ അതിനെ പരിഗണിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടു. അതിൻ്റെ നിയമവ്യവസ്ഥകൾ എന്താണ്, കോടതിയുടെ അനുമതി അക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ, ഈ കാര്യത്തിനെക്കുറിച്ചെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരുടെ ഭാഗത്തു നിന്ന്, പിന്നെ അവരെ അനുകൂലിക്കുന്ന ചില ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു വലിയ ആരോപണമാണ് ശബരിമലയിൽ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് 2 മണികൾ അവിടെ നിന്ന് കടത്തി എന്നുള്ളത്. വലിയ ഭാരമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മണികളാണ്. അതെല്ലാം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്തു. അതും ഇതേപോലെ തന്നെ കച്ചവടമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരിൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ കെ അനിൽകുമാറുമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഞാനൊരു കമൻറ്റും ഇട്ടിരുന്നു. എന്തായാലും അത് കണ്ടിട്ട് അദ്ദേഹം ആ കാര്യത്തിൽ തിരുത്തലൊക്കെ വരുത്തും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ, അതോ പൂർണ്ണമായിട്ടും അവാസ്തവമായിട്ടുള്ള ഒരു ആരോപണം രാഷ്ട്രീയ താല്പര്യത്തിനെ മുൻനിർത്തി മാത്രം ആൾക്കാരൊക്കെ തന്നെ ഉപയോഗിക്കുകയാണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നോക്കാം. ഈ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ കെ അനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. വാജിവാഹനം മാത്രമല്ല, 2 മണികളും 2014-16 UDF ഭരണസമിതി ഉത്തരം പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വായിക്കുന്ന ഒരാൾ സാധാരണ മനസ്സിലാക്കുന്നത് വാജിവാഹനം അവിടെ നിന്ന് അനധികൃതമായിട്ടാണ് കൊണ്ടുപോയത് എന്നുള്ള ആരോപണത്തെ പോലെ തന്നെ ഈ മണികളും കടത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് തന്ത്രി കൊണ്ടുപോയോ മറ്റാരെങ്കിലും കൊണ്ടുപോയോ എന്നുള്ളതാണ് അപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം. എന്തായാലും രാഷ്ട്രീയ ഉന്നം വളരെ വ്യക്തമാണ്. 2014-16 കാലത്തെ UDF ഭരണസമിതി ഉത്തരം പറയണമെന്നാണ് ശ്രീ അനിൽകുമാർ പറയുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും അസംബന്ധമായിട്ടുള്ള, അവാസ്തവമായിട്ടുള്ള ഒരു ആരോപണമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമാക്കുന്ന രേഖകളുണ്ട്. ഈ രേഖകൾക്ക് വീണ്ടും നമ്മൾ ആശ്രയിക്കുന്നത് ഹൈക്കോടതി തന്നെ നിയമിച്ചിരുന്ന അഡ്വക്കേറ്റ് കമ്മീഷണർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. അദ്ദേഹം 6 ഇൻ്ററിം റിപ്പോർട്ടുകളും ഒരു ഫൈനൽ റിപ്പോർട്ടും സമർപ്പിച്ചു. അത് കോടതി അംഗീകരിച്ചു. അദ്ദേഹത്തിനെ ശ്ലാഘിച്ചു. ശ്രീ ASP കുറുപ്പായിരുന്നു കോടതി നിയമിച്ചിരുന്ന അഡ്വക്കേറ്റ് കമ്മീഷണർ. അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ ഉണ്ട്. അത് അദ്ദേഹം ഈ റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ലെറ്റർ അദ്ദേഹം അയക്കുന്നത് അന്നുണ്ടായിരുന്ന ഈ പറയുന്ന UDF കാലത്തെ ഭരണസമിതി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ശ്രീ കെ രാഘവൻ, ശ്രീ അജയ് തറയിൽ എന്നിവർ അംഗങ്ങളായിരുന്ന ഭരണസമിതിക്ക് അദ്ദേഹം 2017 ഏപ്രിൽ മാസം 22-ാം തീയതി അയച്ചിരിക്കുന്ന ഒരു കത്താണ്. ആ കത്തിൽ അദ്ദേഹം ഈ 2 മണികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മണികളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം എങ്ങനെയാണ്: വൺ ഓഫ് ദം ഈസ് വിത്തൗട്ട് എ ടങ്, അതായത് ഈ മണിക്ക് നാക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ സെയിം വാസ് ഡെഡിക്കേറ്റഡ് ബൈ ദ ഡെവട്ടീസ് ഓഫ് ലോർഡ് അയ്യപ്പ ഫ്രം കുംഭകോണം ഇൻ ദ ഇയർ 1953. അതായത് ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമൊന്നുമില്ല. 1953 കുംഭകോണത്തുള്ള അയ്യപ്പ ഭക്തർ സമർപ്പിച്ചിരിക്കുന്നതാണ് ഇതിലെ ഒരു മണി എന്നാണ് പറയുന്നത്. അത് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തതിന് ശേഷം, തന്ത്രിയുമായി ചർച്ച ചെയ്തതിന് ശേഷം ദേവസ്വം ബോർഡിനെ അറിയിക്കുകയാണ്. അതിൻ പ്രകാരം ഇങ്ങനെയാണ്: ദ തന്ത്രി ഓഫ് ദ ടെമ്പിൾ ശ്രീ കണ്ഠര് രാജീവര് ഈസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് 1 ബെൽ ഹാസ് ടു ബി റിപ്പയർഡ് ആൻഡ് റീഇറക്റ്റഡ് അറ്റ് മാളികപ്പുറം വേർ ദർ ഈസ് നോ ബെൽ. അതായത് തന്ത്രി ശ്രീ കണ്ഠര് രാജീവരുമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ 2 മണികളിൽ ഒരെണ്ണത്തിനെ അതിൻ്റെ റിപ്പയർ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാളികപ്പുറത്ത് കൊണ്ടുപോയി സ്ഥാപിക്കണം എന്നാണ്. കാരണം അവിടെ അതേപോലെയുള്ള ഒരു മണി നിലവിലില്ല എന്നുള്ളതാണ് കണ്ഠര് രാജീവര് അന്ന് പറഞ്ഞിരുന്നത്. ഒപ്പം 2ാമത്തെ ബെല്ലിനെ പറ്റി കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ദി അതർ ബെൽ നൗ റിമൂവ്ഡ് ആൻഡ് കെപ്റ്റ് അറ്റ് സന്നിധാനം. അതായത് 2ാമത്തെ ബെല്ല് ഇപ്പോൾ തന്നെ ഈ സന്നിധാനത്ത് കീപ്പ് ചെയ്തിരിക്കുകയാണ്. അത് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. വിൽ ഹാവ് ടു ബി എറക്റ്റഡ് അറ്റ് പമ്പ വേർ ദർ ഈസ് നോ ബെൽ. അതിനെ പമ്പയിൽ, അവിടെ നമുക്കറിയാം ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെയും ഇതേപോലെയുള്ള ഒരു മണിയില്ല. അതുകൊണ്ട് അതിനെ അവിടെ സ്ഥാപിക്കണം എന്നാണ് തന്ത്രി അദ്ദേഹത്തിനോട് പറഞ്ഞത്. ആഫ്റ്റർ എറക്റ്റിംഗ് എ ന്യൂ സ്ട്രക്ചർ വിത്ത് ഗ്രാനൈറ്റ് ഫൗണ്ടേഷൻ നോൺ ആസ് ദ മണിമണ്ഡപം ഫോർ ഗോപുരമണി. അതായത് ഈ മണിമണ്ഡപത്തിൽ പുതുതായിട്ടുള്ള മണികൾ സ്ഥാപിച്ചതിന് ശേഷം നിലവിലുണ്ടായിരുന്ന ഈ 2 മണികളും റിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ എല്ലാ കേടുപാടുകളും പരിഹരിച്ച് അതിലൊന്നിനെ മാളികപ്പുറത്തും
മറ്റേതിനെ പമ്പയിലും സ്ഥാപിക്കണം എന്നാണ് തന്ത്രി അദ്ദേഹത്തിനോട് പറഞ്ഞത്. അത് അദ്ദേഹം അതേപോലെ തന്നെ അന്നത്തെ ഭരണസമിതിയെ അറിയിച്ചു. അപ്പോൾ ഇത് അറിയിച്ചപ്പോൾ ഇനി അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം ഇതിൽ നടന്നിട്ടുണ്ടോ എന്നതാണല്ലോ അറിയേണ്ടത്. അങ്ങനെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രീ അനിൽകുമാറിനോടും അതേ വാദം ഉന്നയിക്കുന്ന മറ്റ് ഇടതുപക്ഷ സുഹൃത്തുക്കളോടും പറയാനുള്ളത്. അത് വ്യക്തമാക്കുന്നത് ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അന്തിമ റിപ്പോർട്ടിലാണ്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആസ് പെർ ദി ഓർഡർ ഓഫ് ദി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഡേറ്റഡ് 27 April 2017, the granite pillars and the 2 damaged bells on either side of the 18ാം പടി was removed. അതായത് ഈ ബെല്ലുകൾ, ഈ മണികൾ രണ്ടും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 2017 April 27, അതായത് ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ഇത് ഭരണസമിതിയെ അറിയിച്ചതിന് ശേഷം അവരുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൻ പ്രകാരം ഈ കേടുപാട് പറ്റിയിരിക്കുന്ന മണികൾ രണ്ടും അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ the 2 bells removed from the സന്നിധാനം were repaired and the same had to be installed at മാളികപ്പുറം ആൻഡ് പമ്പ. ഇത് രണ്ടും റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്ന് മാളികപ്പുറത്തും മറ്റൊന്ന് പമ്പയിലും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻ മൈ പർസ്യൂട്ട് ടു ഫൈൻഡ് ഔട്ട് 2 sponsors ഫോർ ദിസ് പർപ്പസ്. ഇതിനുവേണ്ടി 2 സ്പോൺസർമാരെ ഞാൻ അന്വേഷിച്ചിരുന്നു. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ഗോട്ട് 2 persons. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 2 ആൾക്കാരെ അതിന് കിട്ടി. മിസ്റ്റർ മോഹൻദാസ്, ഹു ഈസ് ദ പ്രൊപ്പറൈറ്റർ ഓഫ് സൗത്ത് പാർക്ക് ഹോട്ടൽ അറ്റ് തിരുവനന്തപുരം, റിസൈഡിംഗ് അറ്റ്, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, കെയിം ഫോർവേഡ് ടു കോൺട്രിബ്യൂട്ട് 2.5 lakh rupees to Parumala Anandanachari as cost of erection of the Panchavarga Tara foundation made in granite and the ornamental pillars to hang one of the bells repaired and brought from Sannidhanam to be erected at Pamba. അപ്പോൾ തിരുവനന്തപുരത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ മോഹൻദാസ്, അദ്ദേഹം ഈ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ പമ്പയിലേക്ക് കൊണ്ടുപോയി ഇതിലൊരു മണി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് അദ്ദേഹം സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് പറയുന്നു. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സ്പോൺസറെ കുറിച്ച് പറയുന്നുണ്ട്. സിമിലർലി ഇൻ കണ്ടിന്യൂവേഷൻ ഓഫ് മൈ എഫേർട്ട് ടു ഫൈൻഡ് ഔട്ട് സ്പോൺസേഴ്സ് ടു എറക്ട് ഗോപുരമണി അറ്റ് മാളികപ്പുറം, ഐ ഹാവ് കോൺടാക്റ്റഡ് ശ്രീ PKK പണിക്കർ, എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബൈ പ്രൊഫഷൻ, ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ദി കർണാടക യൂണിറ്റ് ഓഫ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം, to find out some sponsors to meet the entire expense and contribute the same for erecting the Gopuramani along with the granite foundation in the form of Panchavargatara with ornamental pillars at മാളികപ്പുറം. ഇതേപോലെ തന്നെ മാളികപ്പുറത്ത് ഇതിൽ രണ്ടാമത്തെ മണി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ആളെ കണ്ടെത്തുന്നതിന് വേണ്ടി അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ കർണാടക യൂണിറ്റ് കൈകാര്യം ചെയ്യുന്ന ശ്രീ PKK പണിക്കർ എന്നൊരാളിനെ അദ്ദേഹം കണ്ടെത്തുന്നു. എന്നിട്ട് I have also requested him to make the payment directly to the artist and artisan who will be preparing and manufacturing the Gopuramani. ഇതിൽ പണമൊന്നും തന്നെ അഡ്വക്കേറ്റ് കമ്മീഷണറോ ദേവസ്വം ബോർഡോ നേരിട്ട് വാങ്ങുകയല്ല, മറിച്ച് അതെല്ലാം തന്നെ ഇത് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് നൽകണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. The sponsors who came forward to contribute the total cost of 3 lakh rupees for granite foundation with ornamental pillars were ശ്രീ PR സുരേഷ്. അദ്ദേഹം 2,40,000 രൂപ കൊടുത്തയാളാണ്. അതായത് ഈ കർണാടകയിലുള്ള അയ്യപ്പ ഭക്തൻ വഴി വന്നിരിക്കുന്ന PR സുരേഷ് എന്ന് പറയുന്ന വ്യക്തി 2,40,000 രൂപ കൊടുത്തു. ശ്രീ K രാമകൃഷ്ണൻ 10,000 രൂപ കൊടുത്തു. R ലക്ഷ്മണൻ 50,000 രൂപ കൊടുത്തു. ദ ബെൽ ഷിഫ്റ്റഡ് ഫ്രം സന്നിധാനം വാസ് ദസ് ഇറക്റ്റഡ് അറ്റ് മാളികപ്പുറം. അങ്ങനെ സന്നിധാനത്ത് നിന്ന് ഈ സ്പോൺസർഷിപ്പിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും എല്ലാം തന്നെ നടത്തിയതിന് ശേഷം അത് മാളികപ്പുറത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ബൈ ദ ഗ്രേസ് ഓഫ് ലോർഡ് അയ്യപ്പ ദീസ് വർക്ക്സ് വെയർ കംപ്ലീറ്റഡ് ഇൻ ടൈം ത്രൂ സ്പോൺസർഷിപ്പ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അയ്യപ്പൻ്റെ കൃപയാൽ കൃത്യമായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് ശ്രീ K അനിൽകുമാറിനോടും ഇതേ വാദം ഉന്നയിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത്, 2014-16 ഭരണസമിതിയോട് നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം അപഹാസ്യരാകാതിരിക്കുന്നതിന് വേണ്ടി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ ഫൈനൽ റിപ്പോർട്ടെങ്കിലും ചുരുങ്ങിയത് ഒന്നെടുത്ത് വായിച്ചു നോക്കണം. അതിൽ ഈ 2 മണികളും എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഈ പുതിയ മണികൾ സ്ഥാപിക്കുന്ന സമയത്ത് പഴയ മണികൾ അവിടെ നിന്ന് ആരും കട്ടുകൊണ്ടുപോയതല്ല, വാജിവാഹനവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത് പോലെയുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണമാണ്, രാഷ്ട്രീയ ലാക്ക്, ഇതൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് ആൾക്കാർ സംശയിക്കും. എന്തായാലും ആ മണികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ട് അതിലൊരെണ്ണം മാളികപ്പുറത്തും ഒന്ന് പമ്പയിലുമുണ്ട്. ഇപ്പോഴും അവ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ശ്രീ K അനിൽകുമാർ അയ്യപ്പ ഭക്തനാണ് എങ്കിൽ, ശബരിമലയിൽ പോകുന്നുണ്ട് എങ്കിൽ, പമ്പയിലും മാളികപ്പുറത്തും ഇനി പോകുന്ന സമയത്ത് അതൊന്ന് നോക്കിയാൽ നന്നായിരുന്നു എന്ന് മാത്രമേ എനിക്ക് താങ്കളോട് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരെയാണ് പണ്ട് ശ്രീമതി KPSC ലളിത പറഞ്ഞതുപോലെ തിരിച്ചറിയേണ്ടത്. എന്തായാലും
ഈ മണികൾക്കൊന്നും തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും അത് ശ്രീ ASP കുറുപ്പിനെ പോലെയുള്ള പരിണതപ്രജ്ഞനായിട്ടുള്ള വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ പൂർണ്ണ തൃപ്തിയോടുകൂടി തന്നെയാണ് ഈ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ആത്യന്തികമായി പറയാനുള്ളത്. എന്തായാലും ഇനി വേറെ പ്രചരണവുമായിട്ട് വരിക, നമുക്കത് ആ സമയത്ത് നോക്കാം. എല്ലാവരെയും അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.